ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് നമ്മുടെ ടൈറ്റിൽ എക്സൽ ടെക്സ്റ്റ് ബോക്സ് പാസ്വേഡ് കെയർ ആൻഡ് ചെക്ക് ബോക്സസ് യൂസർ ഫോറം എക്സൽ VBA. പാസ്വേഡ് കാർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിൾ അക്കൗണ്ടൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ അതിൽ കാണുന്ന ചിലപ്പം സ്റ്റാർ ആയിരിക്കും. അതേ പാസ്വേഡ് കാർ. നെക്സ്റ്റ് ചെക്ക് ബോക്സ്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യമായി ഡെവലപ്പർ ടാബിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഓൾറെഡി ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. വിഷ്വൽ ബേസിക്, ഇൻസേർട്ട്, യൂസർ ഫോറം. അന്ന് കൂടെ ഫോം തയ്യാറാക്കണം ആദ്യമായിട്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്താ? വൈറ്റ് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് കളർ. ഫോണ്ട് കൊടുക്കുക ക്യാംബ്രിയ 10 കൊടുക്കുക ഇവിടെ. ഓക്കെ അതിനുശേഷം നമുക്ക് താഴെ വരാം ടൂൾ ബോക്സിൽ ലേബിൾ. ലേബിൾ ക്ലിക്ക് ചെയ്തു. രണ്ടാമതായിട്ട് ടെക്സ്റ്റ് ബോക്സ്. ടെക്സ്റ്റ് ബോക്സ് എടുത്ത് ടെക്സ്റ്റ് ബോക്സ് എപ്പം ബോർഡർ സ്റ്റൈൽ സിംഗിൾ കൊടുക്കുക. ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+ മൗസ് ലെഫ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ആദ്യം മൗസ് വിടണം. ഒന്നും കൂടി. ലേബിൾ 1 നിന്ന ക്യാപ്ഷൻ കൊടുക്കേണ്ടത് ഇമെയിൽ ID. ലേബിൾ 2 പാസ്വേഡ്. ലേബിൾ 3 കൺഫേം പാസ്വേഡ്. കുറച്ച് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിക്കുക. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് കമാൻഡ് ബട്ടണാണ്. താഴെ ടൂൾ ബോക്സിൽ കമാൻഡ് ബട്ടൺ. കമാൻഡ് ബട്ടൺ ക്യാപ്ഷൻ ഒന്ന് നമുക്ക് സേവ് എന്ന് കൊടുക്കുക. എപ്പം ബാക്ക് സ്റ്റൈൽ ട്രാൻസ്പെറൻറ്റ് എന്നാൽ സെയിം കളർ ഇവിടെ മാച്ച് സപ്പോർട്ടാവും. ഇനി നമുക്ക് വേണ്ടത് ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സിന് ക്യാപ്ഷൻ എന്നാണ് കൊടുക്കേണ്ടത് ഷോ പാസ്വേഡ്. ടെക്സ്റ്റ് ബോക്സ് 1 2 3. ഇനി ടെക്സ്റ്റ് ബോക്സ് 2 and 3 സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടി വിൻഡോയിൽ വന്നിട്ട് എന്ത് ചെയ്യണം? പാസ്വേഡ് കാർ അവിടെ എന്ത് ചെയ്യണം? സ്റ്റാർ. ഞാനിവിടെ സ്റ്റാറാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് ഇവിടെ അടിക്കാം. അതിനുശേഷം ഇതൊന്ന് റണ്ണടിക്കാം നമുക്ക്. രണ്ടാമത്തത് പാസ്വേഡ് കാർ ഇവിടെ സപ്പോർട്ടായിരിക്കണം. നമുക്ക് ചെക്ക് ബോക്സ് ഷോ പാസ്വേഡ്. ഇവിടെ ഈ ഫങ്ഷനാണ്. ഈഫ് me dot checkbox 1 dot value equal true ആയിട്ട് വന്നെങ്കിൽ എന്ത് ചെയ്യണം? then me dot textbox 3 dot password car എന്ന് ചെയ്യണം? ഈക്വൽ ബ്ലാങ്ക് ആയിക്കണം. എല്ലാം ഫാൾസായിട്ട് വന്നെങ്കിൽ എന്ത് ചെയ്യണം? me dot textbox 3 dot password car ഈക്വൽ എന്താണ്? സ്റ്റാർ. ഇനി end if. ഇതൊന്ന് ചെക്ക് ചെയ്യുക. show password
ഓക്കെ. ഫാൾസ്, ട്രൂ, ഫാൾസ്, ട്രൂ, ഫാൾസ്. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കമാൻഡ് ബട്ടണാണ്. സേവ് ബട്ടൺ. നമുക്ക് വേരിയബിൾ എടുക്കാം. dim I as long, dim a comma b as string, a equal me dot textbox 2, b equal me dot textbox 3. ഓക്കെ. എ ബി അപ്പം മനസ്സിലായോ? ഇനി I equal sheet 1 dot range A 10,000 ലക്ഷം 10 ലക്ഷം ഡോട്ട് ആൻഡ് എക്സൽ അപ്പ് ഡോട്ട് റോ പ്ലസ് 1 കൊടുക്കണം കേട്ടോ, 1. നമുക്ക് കണ്ടീഷൻ വെക്കാം. ഇഫ് എ ഈക്വൽ ബി, അതായത് ടെക്സ്റ്റ് ബോക്സ് 2ഉം 3ഉം ഈക്വൽ ആണെങ്കിൽ, ആൻഡ് വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്. എ നോട്ട് ഈക്വൽ ബ്ലാങ്ക്, അതായത് ബ്ലാങ്ക് ആകാനും പാടില്ല. 2 ബ്ലാങ്ക് ആയാലും മാച്ചാവും, ട്രൂ ആയിട്ട് വരും. അതിന് വേണ്ടി നോട്ട് ഈക്വൽ ബ്ലാങ്കും കൂടി ഇവിടെ കണ്ടീഷൻ വെക്കുന്നു. ദെൻ എന്ത് ചെയ്യണം? sheet 1 dot range double quote A double quote and I equal എന്താണ്? me dot text box 1. ഇനി 2-3 കോളത്തിലേക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി. ഓക്കെ. രണ്ടാമത്തെ കോളം ബി ആ, മൂന്നാമത്തെ കോളം സി ആ. അതേപോലെ ടെക്സ്റ്റ് ബോക്സ് 2, 3. ഈ കണ്ടീഷൻ ഓക്കെ ട്രൂ ആയിട്ട് വന്ന് ചെയ്യണം. ഇത് ഫാൾസ് ആയിട്ട് വന്നെങ്കിൽ എന്ത് ചെയ്യണം? എൽസ്. ഫാൾസ് എങ്കിലും ഇവിടെ എന്ത് ചെയ്യുക? MSG ബോക്സ് കൊടുക്കുക. MSG ബോക്സ് എന്നാ ടൈറ്റിൽ വേണ്ട? സോറി, പാസ്വേഡ് നോട്ട് matching. ഓക്കെ. പാസ്വേഡ് നോട്ട് മാച്ചിങ്. ഓക്കെ. ഇനി NDF കൊടുക്കുക. ഓക്കെ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ. റണ്ണടിക്കാം നമുക്ക്. ആദ്യമായിട്ട് ഇമെയിലിൽ നിന്ന് കൊടുക്കണം 123@yahoo.com. പാസ്വേഡ് എന്ത് കൊടുക്കുക? 456. നെക്സ്റ്റിൽ നമുക്ക് പാസ്വേഡ് തെറ്റി കൊടുക്കുക. 123. ഷോ പാസ്വേഡ്. ഓക്കെ. 123. ഇതൊന്ന് സേവ് ചെയ്യുക. സോറി, പാസ്വേഡ് നോട്ട് മാച്ചിങ്. ഇനി നമുക്ക് കറക്റ്റ് പാസ്വേഡ് കൊടുക്കുക. 456. പിന്നെ സേവ് ചെയ്യാം. ആദ്യത്തിൽ 456. ഓക്കെ. ഇവിടെ 123 അവിടെ 456. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? സേവ് ആകുന്നതോട് കൂടി ടെക്സ്റ്റ് ബോക്സ് ബ്ലാങ്ക് ആകണം. അതിൻ്റെ കർസർ ഇമെയിൽ അടിയിലേക്ക് വന്ന് വീഴണം. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? NDFന് ശേഷം എന്ത് ചെയ്യണം? me dot text box 1 equal എന്ത് ചെയ്യണം? blank. me dot text box 2 equal blank. me dot text box 3 equal അതും ബ്ലാങ്ക് തന്നെ. അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? me dot text box 1 dot set focus ചെയ്താൽ കർസർ ടെക്സ്റ്റ് ബോക്സ് 1ലേക്ക് വന്ന് വീഴും.
ഓക്കെ, ഇതൊന്ന് റണ്ണടിക്കാം. 456@gmail.com. പാസ്വേഡ് 369 അടിക്കുക. 369. ഇനി എൻ്റർ അടിച്ചൊന്ന് സേവ് ചെയ്യുക. ഓക്കെ, ബ്ലാങ്ക് ആയിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് വന്ന് കർസറിൽ പോകണം. ഇനി 567@yahoo.com. പാസ്വേഡ് 565656. സെയിം 565656. ഓക്കെ, സേവ് ആയിരിക്കുന്നു ഇവിടെ. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.